ഇന്നൊരു നാടൻ കറിയുടെ റെസിപ്പിയാണ്. ഈ കറി നമ്മൾ തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ, അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പെരുന്നാളിന് പോയിട്ട് വന്നപ്പോൾ കുറച്ചധികം കോവയ്ക്ക ഉണ്ടെന്നായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി കോവയ്ക്ക ഉണ്ടാവും. അപ്പോൾ കുറച്ച് കോവയ്ക്ക ഉണ്ട്. സാധാരണ ഞാൻ കോവയ്ക്ക കൊണ്ട് മെഴുക്ക് പുരട്ടിയാണ് വെക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കോവയ്ക്ക മെഴുക്ക് പുരട്ടി. അപ്പോൾ ഇന്ന് കുറച്ച് കോവയ്ക്ക എടുത്തിട്ട് ഈ കറി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് കോവയ്ക്ക എടുത്ത് നന്നായിട്ട് കഴുകി ഒരു കോവയ്ക്കനെ 3 കഷ്ണമായിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഒഴിച്ചുകറിയാണ്. കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. ഒരു പ്രാവശ്യമെങ്കിലും കോവയ്ക്ക അടുത്ത പ്രാവശ്യം മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ കോവയ്ക്കയെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. ഇനി ഒരു മീഡിയം സൈസിലെ സവാള കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും. ഇനി ഒരു ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പം ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. നമ്മൾ മീൻ കറിക്കൊക്കെ ചേർക്കുമല്ലോ കടുകും ഉലുവയും, അതുപോലെ കടുക് ഉലുവയും ചേർത്തു. ഉലുവയും കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് പച്ചച്ചൊകയൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് കരിവേപ്പിലയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. നമ്മളൊരു മീൻ കറിക്ക് എന്നൊക്കെ ചേർക്കുന്നത് അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രം ചേർത്തിട്ട് ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളെല്ലാം നന്നായിട്ട് വഴന്ന് ആ പച്ചച്ചൊകയൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഉണ്ടല്ലോ, കോവയ്ക്ക ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ കോവയ്ക്കയും കൂടി ഇട്ടിട്ട് ഈ മസാലയെല്ലാം കോവയ്ക്കയിൽ പറ്റുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ കോവയ്ക്ക ഈ എണ്ണയ്ക്കകത്തും മസാലയ്ക്കകത്തൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കുടംപുളിയൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കോവയ്ക്ക് അധികം നേരമുണ്ട്, വെന്തങ്ങ് അധികം ഉടഞ്ഞു പോകണ്ട. അപ്പോൾ ഇത് മൂടി വെക്കാം. മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 6 മിനിറ്റൊക്കെ ഞാൻ വെച്ചു. അപ്പോഴത്തേനും കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആദ്യം നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് കുറച്ചൊന്ന് വഴറ്റുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ തേങ്ങ നല്ല മഷി പോലെ അരച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, ഒത്തിരി ചാറല്ല, നമ്മുടെ ഒരു മീൻകറിയൊക്കെ നമ്മൾ കുറുക്കിയെടുക്കുമല്ലോ അതുപോലെ കുറച്ച് മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കോവയ്ക്ക മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ നമ്മൾ ആദ്യമേ എണ്ണയൊക്കെ ഒന്ന് കടുക് വറുത്തായിരുന്നു. വേണമെങ്കിൽ കറിയെല്ലാം ആയിക്കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കടുക് വറുക്കാം. കടുക് വറുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. നമ്മൾ മീൻകറി എങ്ങനെയാണ് കൂട്ടുന്നത് അതുപോലെ തന്നെ തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കൂട്ടാനാണ് കേട്ടോ പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ചെയ്യാത്തവർ ഒരു പ്രാവശ്യം ട്രൈ